ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇതാ നമ്മൾ രാവിലെ 4 മണിക്ക് തന്നെ എണീറ്റ് നമ്മളെ പണി തുടങ്ങുകയാണ്. നമുക്ക് അങ്കണവാടിക്ക് പോകണം. ഇന്ന് നല്ല മഴ ഉണ്ട് തോന്നുന്നുണ്ട്, നല്ല തണുത്ത കാറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഞാൻ എമ്മിക്കുട്ടനെ എന്നും അങ്കണവാടിയിൽ കൊണ്ടുപോകലുണ്ട്. എമ്മിക്കുട്ടന് 3 വയസ്സൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനി അങ്കണവാടിയിൽ ഇരുത്തി ശീലിപ്പിക്കണത് നല്ലതാണല്ലോ. അപ്പോൾ ഇതാ ഞാൻ അരി ഇടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായക്ക് ഞാൻ കുറച്ച് വെള്ളം മുക്കുകയാണ്. ചായപ്പൊടി ഇട്ട പാത്രത്തിലേക്ക് ചുടുവെള്ളം, തിളച്ച വെള്ളം ഒഴിച്ച് അതിലേക്ക് പിന്നെ കലത്തേക്ക് അരിയിട്ട് ഇളക്കി കൊടുത്തു. ഇനി ഞാൻ ഈ ചായപാത്രം ഒന്ന് ഗ്യാസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടൊന്ന് തിളപ്പിക്കും കേട്ടോ. എന്നാലുള്ളൂ ചായപ്പൊടി നല്ലതുപോലെ വെന്ത് നല്ല സൂപ്പർ ചായ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മുക്കി വെച്ചാൽ ചായ ശരിക്കും തിളച്ച് വെന്ത് കിട്ടില്ല. പിന്നെ ഒന്ന് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട്. ചക്ക കുറച്ച് നുറുക്കി വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി നുറുക്കണം. അപ്പോൾ ചക്കക്കൂട്ടാൻ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് ആ ചായ മധുരമിട്ട് അടച്ച് വെച്ചാൽ പിന്നെ അത് ചായ റെഡിയായി, അത് അവിടെ നിന്നോളും. പിന്നെ ആ ചക്ക നുറുക്കി കഴുകി വാരി കുക്കറിലിട്ട് മുളകും പൊടിയല്ല പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പിട്ട് വെള്ളമൊഴിച്ച് കുക്കറിൽ വേവിക്കുകയാണ്. എന്നിട്ട് വേഗം നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം അരച്ചെടുക്കണം. പിന്നെ വെണ്ടക്ക കറിയാണ് ഉണ്ടാക്കുന്നത്. വെണ്ടയ്ക്കും തക്കാളി ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് അത് നുറുക്കി കഴുകി വാരി നുറുക്കിയിട്ട് ഇത് മൺചട്ടിയിൽ അപ്പോൾ തന്നെ ചോറ് വെന്ത് ഊറ്റി വെച്ചിട്ട് അപ്പോൾ രാവിലെ ധൃതിയിലുള്ള പണിയാണ്. എന്നിട്ട് ഈ ചട്ടിയിലിട്ടിട്ട് നമ്മുടെ ഉള്ളി വെണ്ടയ്ക്ക് ഒന്ന് വാട്ടിയെടുത്തിട്ട് ആണ് മല്ലിയിട്ടിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. സ്പെഷ്യൽ വെണ്ടക്ക കറിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകൊണ്ട്. അപ്പോൾ ഈ വെണ്ടയ്ക്ക് ഉള്ളി വാട്ടുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് വാട്ടുക. അപ്പോൾ ഈ കറിവേപ്പിൻ്റെ ഫ്ലേവർ ഉണ്ടാകുമ്പോൾ വെണ്ടക്ക കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ പച്ചമുളകും തക്കാളി ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് ഓരോന്നും കൂടി നുറുക്കി വാട്ടി കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പിട്ട് വാട്ടുകയാണെങ്കിൽ നന്നായിരിക്കും, പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത്. മല്ലിപ്പൊടി ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഞാൻ നാളികേരം അരക്കുന്നില്ല. ഇങ്ങനെ കറി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണുള്ള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. തക്കാളി പുളി പോരാ, കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്ന മല്ലിപ്പൊടി ഇറച്ചിക്കൊക്കെ ഇട്ട മല്ലിപ്പൊടിയാണ്, ഇറച്ചിക്കൊക്കെ ഇടാൻ പറ്റുന്ന മല്ലിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇറച്ചിക്ക് പൊടിച്ചത് നമ്മൾ കറിവേപ്പിൻ്റെയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇറച്ചിക്ക് മല്ലിപ്പൊടി പൊടിച്ചിട്ടുള്ളത്. ആ പൊടിയിട്ടിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളച്ചിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ചാറ് കറിക്കുള്ള വെള്ളം കൂടി ഒഴിച്ച് വെന്താൽ നമ്മളെ കറി റെഡിയാവും കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഒന്ന് കടുക് താളിച്ചാൽ മതി. അപ്പോഴത്തേനും നമ്മൾ ചക്കക്കൂട്ടാനും വെന്തു. അതിലേക്ക് നാളികേരം ചെരുകി പച്ചമുളകും നാളികേരം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് ചക്കക്കൂട്ടം അത് വെന്ത് പായസമായിക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പൊക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കണം. ഇത് തൂമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറിവേപ്പിൻ്റെ ഇലയൊക്കെ എടുത്ത് കൊണ്ടുവന്നു. കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും കടുകും ഇട്ടിട്ടാണ് ചക്കക്കൂട്ടാൻ ഞാൻ തൂമിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അടുപ്പത്ത് നമ്മൾ ചാറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചായയും ചോറും വെന്തിട്ടുണ്ട്, ചായക്കടി ഉണ്ടാക്കണം. അപ്പോൾ ആ കടുകും പിന്നെ എന്താ പറയുക ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ചക്കക്കൂട്ടാൻ തൂമിച്ചു. ചക്കക്കൂട്ടാൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. കുറച്ച് ചക്കക്കൂട്ടാനേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ പായസമായിട്ടുണ്ട് ചക്കക്കൂട്ടാൻ. അത് കൊണ്ടുപോയി അടച്ച് വെച്ചു. ഇനി എമ്മിക്കുട്ടന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഉപ്പേരി ഉണ്ടാക്കാനുണ്ട്. ഞാൻ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇട്ടിട്ട്. അപ്പോൾ എമ്മിക്കുട്ടന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും കുഞ്ഞു മക്കൾക്ക് പച്ചക്കറി കൊടുത്ത് കഴിപ്പിച്ച് ശീലിപ്പിക്കണം കേട്ടോ. പച്ചക്കറി കഴിക്കുന്നത് മക്കൾക്ക് നല്ലതാണ്. അവർക്ക് ബ്ലഡ് ഉണ്ടാവാനും അവരുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി ഉണ്ടാവാനൊക്കെ പച്ചക്കറി കഴിപ്പിക്കുന്നത് നല്ലതാണ്. ക്യാരറ്റും ബീറ്റ്റൂട്ടും ആവണമെന്നില്ല, പയറ് കയ്പക്ക പാവക്ക വെണ്ട അങ്ങനെ എല്ലാ പച്ചക്കറിയും കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കണം. ഇന്ന് ഞാൻ എമ്മിക്കുട്ടന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ബീറ്റ്റൂട്ടും ഒരു ക്യാരറ്റും അവന് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഇവിടെ ആർക്കും ഈ ഉപ്പേരി ഇഷ്ടമല്ല. നമുക്കിഷ്ടമല്ല വിചാരിച്ചിട്ട് നമ്മളെ മക്കളെ തീറ്റിപ്പിക്കാതെക്കാൻ പറ്റില്ല. ഇഷ്ടമല്ല എന്നല്ല, വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഉണ്ടാക്കിയാൽ കഴിപ്പിക്കുക അങ്ങനെയാണ്. അപ്പം ഇന്ന് ചീയപ്പാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചീയപ്പൻ ചുട്ട് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മുട്ടക്കറി ഉണ്ടാക്കണം. മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് വേണം പിന്നെ അടുത്ത പണികൾ എടുക്കാൻ. അപ്പോൾ രാവിലെ നീച്ചാൽ ചെടുപിടു പണിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഓടി കുഴങ്ങും. ഓരോന്നുണ്ടാക്കി വെക്കും, അതിൻ്റെ പാത്രം കഴുകിയേക്കും, അത് അടച്ച് വെക്കും. അങ്ങനെ നമുക്ക് 8:30 മണി പെട്ടെന്നാവും. എനിക്കൊരു കാര്യമില്ല കേട്ടോ, 9:30 അംഗൻവാടി തുറന്നാൽ മതി. എന്നാലും ഒരു 9 മണിക്കെങ്കിലും എനിക്ക് അംഗൻവാടിയിൽ എത്തണം കേട്ടോ. എന്നാലുള്ളൂ നമ്മുടെ ജോലിയല്ലേ, നമ്മുടെ ജോലി നമ്മൾ തന്നെ എടുക്കണ്ടേ, നേരത്തെ പോകണം, അതെനിക്ക് നിർബന്ധമാണ്.
അപ്പോൾ അതാ ഞാൻ അപ്പം ചുട്ട് കുഞ്ഞാണിയാക്കാക്ക് ചായ കൊടുക്കുകയാണ്. 2-3 ദോശ എടുത്തിട്ടുണ്ട് കുഞ്ഞാണിയാക്കാക്ക്. അപ്പോൾ കുഞ്ഞാണിയാക്ക മുട്ടൻ്റെ ഉള്ളിലത്തെ ഉണ്ണി കൂട്ടൂല കേട്ടോ, വെള്ള മാത്രം കൂട്ടുള്ളൂ, ഉണ്ണി ഒഴിവാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞാണിയാക്ക 2 മുട്ട പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാണിയാക്ക എന്ത് ചെയ്യുന്ന അറിയോ, ഇതിൻ്റെ ഉള്ളിലുള്ള കുഞ്ചി എന്ന് പറഞ്ഞാൽ മഞ്ഞക്കരുണ്ടല്ലോ, അത് കളഞ്ഞിട്ട് ആ വെള്ളം മാത്രം കഴിക്കുള്ളൂ. അപ്പോൾ എന്നാൽ 2 മുട്ട പുഴുങ്ങാലോ എന്ന് വിചാരിച്ച് കുഞ്ഞാണിയാക്കാക്ക് 2 മുട്ട ഞാൻ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്പെഷ്യൽ കറി ഉണ്ടാക്കിയിട്ടുള്ളത് ഇടിച്ചക്കയാണ്. ഇടിച്ചക്ക ചെറുതായിട്ട് കൊത്തി നുറുക്കി ഞാൻ കുക്കറിൽ വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഈ ചട്ടിയിൽ ചെറിയുള്ളിയും കറിവേപ്പിൻ്റെലയും ഉണക്കമുളകും ഒക്കെ മൂപ്പിച്ച് എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഇടിച്ചക്ക കൊത്തി അരിഞ്ഞ് വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മൾ ഇടിച്ചക്ക തോരനും റെഡിയാകും കേട്ടോ. അപ്പോൾ ഇതിൽ നാളികേരമൊന്നും അരക്കലില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. പച്ച വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി നല്ലതുപോലെ മൂപ്പിച്ചിട്ട് നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, കുറേ കറിവേപ്പിൻ്റെലയും ഉണക്കമുളകും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കണം. ഈ കറിവേപ്പിൻ്റെലിൻ്റെയും ഉണക്കമുളകിൻ്റെയും ഫ്ലേവർ ഈ ഉള്ളിയിൽ എണ്ണയിലൊക്കെ ഇറങ്ങി വന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വേവിച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാ ഞാൻ അത് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഗ്യാസുമ്മലാണ് തൂമിക്കലൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ അടുപ്പത്ത് ചോറും കൂട്ടാനും ചീയപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പണികൾ അടുപ്പത്തും ഉണ്ടാക്കുന്നുണ്ട്, ഓരോ പണികൾ ഗ്യാസുമ്മലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് പണിയെടുത്താലേ നമുക്ക് 8:30 മണിയാകുമ്പോഴത്തേന് കുളിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരുങ്ങി പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എമിക്കുട്ടനെ ഞാൻ അംഗൻവാടിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവന് ഇതിന് അംഗൻവാടിയിലാക്കുമ്പോൾ മടിയൊന്നും ഉണ്ടാവാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇടിച്ചക്ക തൂമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടിച്ചക്ക വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം നല്ല ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ചാൽ നമ്മുടെ സ്പെഷ്യൽ ഇടിച്ചക്ക കറി, ഇടിച്ചക്ക തോരൻ, ഇടിച്ചക്ക ഉപ്പേരി എന്നൊക്കെ പറയും, അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടിച്ചക്ക ഇഷ്ടമാണോ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വക കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും ഒഴിവാക്കൂല. അപ്പോൾ ചോറ് കുറച്ചേ കഴിക്കുള്ളൂ, ഇങ്ങനെയുള്ള കറികളാണ് അധികം കഴിക്കുക. അപ്പോൾ അതാ നമ്മൾ ഇടിച്ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇടിച്ചക്ക ഉപ്പേരി ഉപ്പിട്ട് വെച്ച് തൂമിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇടിച്ചക്കയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ, എത്ര കഴിച്ചാലും മതി വരില്ല ഇടിച്ചക്ക. പിന്നെ ഇതൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. ചക്കവർഗ്ഗങ്ങൾ കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. നമുക്ക് നല്ല ദഹനം കിട്ടാനും പ്രതിരോധ ശക്തി കിട്ടാനൊക്കെ അത് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ഉണക്കൽ പൊരിക്കുന്നുണ്ട്. ഉണക്കൽ തളയാണ്. ഉണക്കമീൻ പൊരിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ കുറേ സമയം മുറിച്ചത് വെള്ളത്തിലിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഉണക്കൽ പൊരിച്ചെടുക്കുന്നത്. പിന്നെ ഈ ഉണക്കൽ പൊരിച്ചിട്ട് ഇതിൻ്റെ ഈ ചട്ടിയിൽ കുറച്ച് പച്ചമുളകും കൂടെ പൊരിച്ചാൽ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ പച്ചമുളക് നുറുക്കി കഴുകി വെച്ചിട്ടൊന്നുമില്ല, ആദ്യം ഉണക്കൽ പൊരിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആ ഉണക്കൽ ഞാൻ പൊരിച്ചെടുക്കുകയാണ്. ഈ ഉണക്കൽ പൊരിക്കുമ്പോൾ ഉണക്കൽ എന്നൊക്കെ പറയുന്നത് നല്ല ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വെണ്ടക്ക തക്കാളി കറിക്ക് ഉണക്കൽ പൊരിച്ചത് നല്ല മാച്ചാണ് കേട്ടോ, അത് നല്ല കോമ്പിനേഷനായിരിക്കും. അപ്പോൾ അതാ ഇവിടെ കുറച്ച് ഒരു ഇരുട്ടായി വന്നിട്ടുണ്ട് കേട്ടോ, ക്യാമറ അങ്ങനെ നീങ്ങിപ്പോയതാണ്. അപ്പോൾ ആ മീൻ നല്ലോണം മുരിഞ്ഞ് കിട്ടുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ മക്കളെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ അംഗൻവാടിയിലേക്ക് പോവുകയാണ്. എലിക്കുട്ടനെയും കൊണ്ട് പോകണം, മഴ വീടിൻ്റെ മുന്നേ അംഗൻവാടിയിലെത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പണികളെടുത്ത് ഞാനിതാ മോനെയും കൊണ്ട് അംഗൻവാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെ പണി നമ്മൾ തന്നെ എടുക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ആത്മസംതൃപ്തിയാണല്ലേ. വീട്ടിലെല്ലാ പണിയും ഒരുങ്ങി റാഹത്തോട് കൂടി അംഗൻവാടിയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ മക്കളെ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ടാറ്റാ.